കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിലെ ബ്ലീഡിങ് വരുന്നുണ്ടോയെന്ന് മാത്രം നോക്കുക. ഇനി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നത് കൊണ്ടോ, പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ റിട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന സിറ്റുവേഷൻ കൊണ്ടോ, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കൊണ്ടോ പലർക്കും ആ പീരീഡ് മിസ്സാകുന്നതിന് മുൻപോ പീരീഡ്സിന്റെ ഡേറ്റ് അടുപ്പിച്ചോ ചെറുതായിട്ട് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന രക്തത്തിന്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രഗ്നൻസി ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ സംസാരിക്കുന്ന പ്രഗ്നൻസി ലക്ഷണത്തിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് മോഷൻ പോകാനായിട്ട് നമുക്ക് തോന്നുക. ഫ്രീക്വന്റ് ബൗൾ മൂവ്മെന്റ് എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഇതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മോഷൻ പോകാനായിട്ടുള്ള ടെൻഡൻസി വരുന്നതോ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്നതോ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്. നമ്മുടെ ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഡൈജഷൻ ഒന്ന് സ്ലോ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഡൈജഷൻ അങ്ങോട്ട് സ്ലോ ആകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് വന്ന് തിങ്ങാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഗ്യാസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുണ്ടാവുമ്പോഴേക്കും ഒരു തവണ നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ മുഴുവനായിട്ട് പോയി തീരാത്തത് പോലെ നമുക്ക് തോന്നുകയും കണ്ടിന്യൂസ് ആയിട്ട് മോഷൻ പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരികയോ അല്ലെങ്കിൽ മോഷൻ നമ്മൾ പാസ് ചെയ്യുകയോ ഒക്കെ ഉണ്ടാവുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. രണ്ടാമത്തേതാണ് നമ്മൾ പ്രിനേറ്റൽ വിറ്റമിൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അയോണിൻ്റെ പോലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയും കൂടി പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മോഷൻ ഒന്ന് കട്ടിയായി പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും ആണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി തന്നെയും പ്രഗ്നന്റ് ആകുന്ന സമയത്താണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മോഷൻ അപ്പം തന്നെ പാസ് ചെയ്യാനായിട്ട് ടെൻഡൻസി ഉണ്ടാകും. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആകുമ്പോഴേക്കും നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കഴിവതും ടെൻഷൻ മൂലമാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. കാരണം എന്തെങ്കിലുമൊക്കെ ആ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പോകും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വെപ്രാളം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പോസിറ്റീവ് ആയില്ലല്ലോ എന്നുള്ളൊരു വിചാരമൊക്കെ നമുക്ക് മൈൻഡിലുണ്ടാകും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോഷൻ പോകാനായിട്ട് ടെൻഡൻസീസ് ഉണ്ടാവും കേട്ടോ. ഇനി ഇങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എന്തെല്ലാം പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മോഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പോകുന്നത് വാട്ടറി ആയിട്ടുള്ള രീതിക്കാണോ പോകുന്നതെന്ന് നിങ്ങൾ നോക്കണം. ലൂസ് ആയിട്ടാണ് നിങ്ങൾക്ക് മോഷൻ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാം. മറ്റേതെങ്കിലും ഇൻഫെക്ഷൻസ് ശരീരത്തിലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ലൂസ് മോഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് കൂടുതലായിട്ട് പോകുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ തളർന്നു പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ വാട്ടറി ആയിട്ടാണ് മോഷൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ പോലെ തന്നെ നിങ്ങൾക്ക് വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണം. തുടർച്ചയായിട്ട് മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൈൽസ് രൂപപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പൈൽസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോഷൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വേദനയുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നെഞ്ചിൽ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ആ കാര്യം കൂടി, കോൺസ്റ്റിപ്പേഷൻ ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മോഷൻ പോകുന്ന സമയത്ത്
കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമുക്ക് നോർമലി പോകുന്നത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലായിരിക്കും നമുക്ക് പോകുന്നത്. ഇപ്പോൾ അയണിൻ്റെ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കളർ ബ്ലാക്കിലോട്ട് മാറാം. അതുപോലെ നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും മോഷൻ പോകുന്നതിൻ്റെ കളർ ബ്ലാക്കിലോട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കളർ ചേഞ്ച് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യകത ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ശരീരത്തിൽ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാസ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് അത് ഭയങ്കര കൂടുതലാണ്. രണ്ടാമത്തെ പ്രഗ്നൻസി ലക്ഷണമായിട്ട് പറയാൻ വെച്ചിരിക്കുന്നതും അതാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ബൗൾ മൂവ്മെന്റ് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത് ഇതിനെ കണക്ട് ചെയ്ത് വരുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. അത് നമുക്ക് മോളിൽ കൂടി മാത്രമല്ല കീഴ്വായുമായിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബർപ്പിംഗ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. തുടക്കത്തിൽ പറഞ്ഞ ആ പ്രഗ്നൻസി ലക്ഷണവുമായിട്ട് ഏറെക്കുറെ മാച്ചായിട്ട് വരുന്നതാണിത്. കാരണം അതുണ്ടാവുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും അതിന് ചുവടെ പിടിച്ച് ചെന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡൈജഷനും അതിനനുസരിച്ച് സ്ലോ ഡൗൺ ആകും. കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കുന്നില്ല എങ്കിൽ ദഹിക്കാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് വയറിൽ കെട്ടിക്കിടക്കും. അപ്പോൾ ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. മേലിൽ കൂടി എമ്പകമായിട്ടോ കീഴ്വായുമായിട്ടോ നമുക്ക് ഗ്യാസ് പോകാനായിട്ടും ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പലരും ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ സോഡ കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗ്യാസ് കളയാനായിട്ട് നോക്കും. പ്രഗ്നൻസി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത്, പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയത്ത് ഒരുപാട് കാർബോഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാനായിട്ട് പാടില്ല. ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഡ്രിങ്ക്സ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചൊന്ന് നടക്കാനായിട്ട് നോക്കുക. ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഫിസിക്കലി ആക്റ്റീവ് ആകാൻ പറയുമ്പോഴേക്കും ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ആ ഒരു ടൈം പീരീഡ് മൊത്തം, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ടൈം പീരീഡ് മൊത്തം നിങ്ങൾ ബോഡി നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ് മാത്രം ചെയ്യുക. കൈ വീശി നിങ്ങൾ വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്യാസ് ഫോം ചെയ്ത് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെ ഏമ്പക്കം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു ശമനം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ കുറച്ചൊന്ന് നടന്നു കഴിയുമ്പോഴേക്കും ആ ബുദ്ധിമുട്ടിന് ഏറെക്കുറെ ഒരു മാറ്റം വരും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീൽസ് കഴിക്കുന്നത് സെപ്പറേറ്റ് ചെയ്യുക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്താണെങ്കിൽ കൂടി തന്നെ നമ്മൾ മീൽസ് കഴിക്കുന്നത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. 3 നേരമാണ് അല്ലെങ്കിൽ 4 നേരമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് 6 ആക്കിയിട്ട് നിങ്ങൾ കൂട്ടാനായിട്ട് നോക്കുക. അതായത് രാവിലെ 8 മണിക്ക് കുറച്ച് കഴിക്കുക, 10 മണിക്ക് പിന്നെയും കുറച്ച് കഴിക്കുക, 12 മണിക്ക്, 3 മണിക്ക്, 6 മണിക്ക്, ഒരു 8 മണിക്ക്, അങ്ങനെ നിങ്ങൾ കൂട്ടി കൊണ്ടുവരാനായിട്ട് നോക്കുക. ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് നമ്പർ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ ആ കഴിച്ച കുറച്ച് ഫുഡ് ഡൈജഷന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മുടെ ശരീരത്തിന് കിട്ടും. അതേസമയം നിങ്ങൾ 3 നേരമാണ് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദഹിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു സ്ലോ ഡൗൺ ആയി പോകുന്നതുകൊണ്ട് നമുക്കത് ദഹിക്കാതെ വരികയും ഉച്ചക്കത്തെ ഫുഡും കൂടി ആകുമ്പോൾ അതും കൂടി കൂടിച്ചേരും, വൈകുന്നേരത്തെ ആകുമ്പോൾ അതും കൂടി ആവും, രാത്രിത്തെ ആകുമ്പോൾ അതും കൂടി ആവും. അങ്ങനെ വരുമ്പോഴേക്കും ഒട്ടും ഒരു ഭക്ഷണവും ദഹിക്കാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയും ഗ്യാസ് കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മീൽസ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഹാർട്ട് ബേണും ഈ ഒരു മാറ്റമായിട്ട് കാണാനായിട്ട്, പ്രഗ്നൻസി സിംറ്റം ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഹാർട്ട് ബേൺ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വായിലൊരു ഫൗൾ ടേസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെ ഗ്യാസ് മുൻപോട്ടേക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക് എന്തോ തീ കത്തിച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് നെഞ്ചരിച്ചിലായിട്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതും ഈ ഒരു ഗ്യാസ് ട്രബിളിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ ഹാർട്ട് ബേണും എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ധാരാളം വെള്ളം കുടിക്കുകയും ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുകയും ഗ്യാസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുകയും ഗ്യാസ് ഫോം ചെയ്യേണ്ടാത്ത രീതിക്കുള്ള മീൽസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ ആ മീൽസ് അതുപോലെ കഴിക്കുകയും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്നും ഒരു മോചനം കിട്ടും കേട്ടോ. മോഷൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കീഴ്വായുമായിട്ട് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഫൗൾ സ്മെൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മോഷൻ ഒരുപാട് പോകാതെ കെട്ടിക്കിടക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും
പ്രഷർ ഒരുപാട് കൊടുത്ത് മോഷൻ കളയാതെ നിങ്ങൾ ചെയ്തിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. നട്ട്സ് ആണെങ്കിലും കഴിക്കുന്നത് നിങ്ങളുടെ മോഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ബനാന കഴിക്കുന്നതോ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതോ മോഷൻ പോകുന്നത് ഒന്ന് ക്രമീകരിച്ചു കൊണ്ടുവരുന്നതിന് നിങ്ങളെ സഹായിക്കും. ആ ഹോം റെമഡി ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാലാസന വോക്ക് പോലുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മാലാസന യോഗ പോസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ കൈ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ നമസ്കരിക്കില്ലേ, ഒരാളുടെ വിഷ് ചെയ്യുന്നത് നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, ആ രീതിക്ക് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ നിലത്തിരുന്ന് നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ് ഈ മാലാസന എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഭാഗമൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ആകും. അപ്പം മോഷൻ പോകാനായിട്ട് എളുപ്പം സാധിക്കും കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഹോം റെമഡീസ് ഒന്നും ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടിട്ട് മെഡിസിൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.